കൊടുക്കണോ? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇപ്പോൾ നല്ല മഴയൊക്കെ ആണ് കേട്ടോ ഇവിടെ. അപ്പം ഞാൻ വിചാരിച്ചൊരു ചെറിയ ഡീൻ മൈ ലൈഫ് എടുക്കാമെന്ന്. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഈ വീഡിയോ വന്നത് ചിലപ്പോൾ അടുത്ത ശനിയാഴ്ചയൊക്കെ ആയിരിക്കും. എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്, എൻ്റെ കുട്ടി മറിയാമ്മ. ഹലോ പറ, ഹായ് പറ, ഹായ് കൊടു, ഹായ് ഹായ് ജോലി, ഹായ് കൊടുടോ. ഇത്ര നേരം ഹായൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് ഹായ് ഒന്നും തന്നെയില്ല. മറിയാമ്മ കുറുമ്പി പെണ്ണാണ് അല്ലേ മറിയാമ്മേ? മറിയാമ്മ നോക്ക്, മറിയാമ്മ ക്യാമറയില് ഹായ് പറഞ്ഞു, ഹായ് പറ. അവക്കപ്പോ മൈൻഡൊന്നുമില്ല. ഇപ്പൊ രാവിലെ തന്നെ എന്റെ കുറച്ച് പുന്നാരിപ്പിക്കണം, അങ്ങനെയൊക്കെയാണ് അവ. പുന്നാരിപ്പിച്ച് ഇതേ ഇറങ്ങി സ്വന്തം വഴിക്ക് പോവാ. വലിയ കുട്ടിയായി, തന്നെ ഇറങ്ങാനൊക്കെ ആയി. കണ്ട ടാറ്റാ, ഫ്ലൈങ് കിസ് തരോ? ആ അത്ര വരുള്ളൂ, ഇപ്പഴത്തേക്ക് അവക്ക് വരത്തില്ല. അവൾ ഫ്ലൈങ് കിസ് കിഴുങ്ങും. ഹായ് കൊടുത്തേ, ഒരു ഹായ് കൊടുക്കോ? ഹായ് കൊടുക്കോ? മൂടില്ല അവർക്ക്. അപ്പൊ നമ്മൾ ഇന്ന് ചെറിയ ഡെയിൻമയിലേക്ക് വന്നു. രാവിലെ ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ട്. രാവിലെ തന്നെ നോക്കിയപ്പോ മൂക്കത്തൊരു കുഞ്ഞിക്കുരു, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. ലിപ്സ്റ്റിക് ഇട്ടതും ശരിയായില്ല. പെട്ടെന്ന് വീഡിയോ എടുക്കാനുള്ള ഇതിന് വേണ്ടി എടുത്തതാ. ആന്നാറാ ആ ഈ മഴയത്ത് ഞങ്ങൾക്ക് പറ്റൂല. പറയാമേ പോണണ്ട, മാമനെ കൂടെ പള്ളി പോണ്ട. അതേ മാമ വിളിക്കണ. അയ്യോ മാമൻ പോയി, സ്റ്റെവി മാമൻ പോയി. താറ്റ കൊടുത്തേക്കാവേ, താറ്റ കൊടു. ഫ്ലൈങ് കിസ് മാത്രമേ ഉള്ളൂ ഇപ്പൊ. വരോട്ടാ, വിളിക്കാട്ടാ. കള്ളച്ചവ, അയ്യോ കള്ളച്ചമ്മ. മരമ ഇന്നോ അബ്രു ചേട്ടന്റെ ടീഷർട്ടും ഒരു നിക്കറും ആണ്ടിട്ടേക്കുന്നത്. നിക്കർ ആക്കണേണ്, ടീഷർട്ട് അബുച്ചിട്ടുണ്ട്. പക്ഷെ നല്ല രസമില്ല കാണാൻ. അബ്രാമിന്റെ ടീഷർട്ട് ഞങ്ങളിട്ട് കൈകൂപ്പി പിടിച്ച് പ്രാർത്ഥിച്ച്, ഈശോപ്പെ കാത്തേശിക്കണേ, കാത്തേശിക്കണേ ഈശോ, ഈശോ ഈശോ ഈശോ. അമ്മേ ക്യാമറ എടുത്ത് കൊടുത്തിന്. ലവ് യു. ഇറക്കി അതിൽ വെച്ചോട്ടാ. ബുക്കെല്ലാം അടുക്കി പിറക്കി അതിൽ വെച്ചോളണം. എല്ലാം പിറക്കി വെക്ക്, എല്ലാം അടുക്ക്. അങ്ങനെയല്ല നമുക്ക് നമുക്ക് ഈശോ കൊടുക്കണോ? ഈശോ എടുത്തേ. ഗായ്സ്, അപ്പം അറിയാമ്മ ടി വി ഒക്കെ കണ്ടാലേ ഇപ്പോൾ ഫുഡ് കഴിക്കുന്നുള്ള അവസ്ഥയായി. എന്താണെന്ന് വെച്ചാൽ രാവിലെ അമ്മ മാത്രമല്ലേ ഉള്ളൂ. അപ്പം അമ്മയ്ക്ക് ഇവിടെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അമ്മ ടി വി ഇപ്പോൾ കാണിച്ചു തുടങ്ങിയതുകൊണ്ടാണ് ടി വി കണ്ട് ഇപ്പോൾ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഫുഡ് കൊടുത്തു. ഇന്ന് രാവിലെ ബ്രെഡും സ്റ്റൂ, അമ്മ ഉണ്ടാക്കുന്ന ബ്രെഡും സ്റ്റൂ അടിപൊളിയാണേ. കൂട്ടത്തിൽ ഞാൻ നല്ലോണം ഇരുന്ന് തട്ടുന്നുണ്ട്. ബ്രെഡ് സ്റ്റൂ ആയാലും ഞാനൊരു 5-6 ബ്രെഡെങ്കിലും തിന്നും. നമ്മുടെ ബ്രെഡ് സ്റ്റൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ്, കറിക്കൊക്കെ നല്ല ടേസ്റ്റാണ് നമ്മുടെ. അപ്പം അറിയാമോ ടി വിയും കാണുന്നുണ്ട്, ഞാൻ എൻ്റെ പരിപാടി നടത്തുന്നുണ്ട്. നിഖിൽ ഉണ്ടായിരുന്നില്ല. നിഖിൽ മേളിൽ എന്തൊക്കെയോ പണികളൊന്നും ചെയ്യുകയായിരുന്നു കേട്ടോ. ഡ്രസ് വർക്കിൻ്റെ ചെയ്തിട്ടുണ്ടെങ്കിലും മഴ നമ്മളതിലേക്ക്
എന്താ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു മേളിൽ. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ സംഘത്തിലൊക്കെ ഉണ്ട്, കുടുംബശ്രീ അംഗങ്ങളാണ് ഞങ്ങൾ. അപ്പോൾ ഞാനും ഒരു സ്ത്രീയല്ലേ, അപ്പോൾ കുടുംബശ്രീ അംഗങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സംഘത്തിൻ്റെ മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. മറിയാമ്മ അവരുടെ മുമ്പിൽ ഭയങ്കര വേഷം കെട്ടൊക്കെ ആയിരുന്നു കേട്ടോ. എന്നിട്ട് അവളെ വേഷം കെട്ടുണ്ട് അവർ പോയി. മറിയാൻ ഇപ്പം നല്ല വർക്കായിട്ടുണ്ട്. ഇത്ര നേരം സംഘവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ രാവിലെ 6 മണിക്കാണ് എൻ്റെത്. 6 മണിക്ക് ഇട്ടിട്ട് അവൾ ഇടക്കിടക്ക് ഇങ്ങനെ പാലോചിക്കാൻ വേണ്ടി എണീറ്റ് പിന്നെയും കിടക്കും അങ്ങനെയായിരുന്നു. എനിക്ക് മര്യാദ ഉറക്കാൻ കിട്ടില്ല. അതെനിക്ക് നല്ല ചെയ്യണമുണ്ട്. എനിക്കാണെങ്കിൽ കുറേ ഡ്രസ്സ് അലക്കാനുണ്ട്. മഴയൊക്കെ ആയതുകൊണ്ട് മര്യാദ ഉണങ്ങാനോ അങ്ങനെ നിൽക്കില്ല. വീട്ടിൽ നിറച്ച് തുണിയാണ്. ഇപ്പോൾ ഒന്നുമില്ല, സംഘമൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ചോറ് കഴിക്കാൻ പറ്റും. ഇപ്പം 1 മണിയായിട്ടാണ് മറിയാൻ ഇറങ്ങുന്ന ടൈമിൽ എനിക്ക് ചോറ് കഴിക്കാൻ പറ്റും. ഇപ്പം നിഖിലില്ല. നിഖിൽ ഞങ്ങളുടെ മേളിലാണെങ്കിൽ നല്ല വെള്ളം കെട്ടിക്കണം. ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ചാട്ടൽ ഇങ്ങനെ അടിക്കുമ്പോഴേക്കും വെള്ളം വീഴുമല്ലോ. അങ്ങനെ വീഴുന്നതുകൊണ്ട് വെള്ളം കട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടി നിൽക്കുന്ന നടക്കുവാണ്. അമ്മ ഞാനെങ്കിൽ ഞാൻ അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അന്നിപ്പോൾ പുറത്തേക്ക് പോയിക്കണം. അപ്പോൾ ഞാൻ ഇന്ന് ചോറിന് എന്താ നോക്കിയിട്ട് അപ്പോൾ ഗായ്സ് എനിക്ക് ചോറ് കഴിക്കാൻ നല്ല മടിയാകും. അപ്പോൾ 2 ബ്രെഡ് ഇരിപ്പുണ്ട്. അതും കപ്പയും ഇറച്ചിയും ഒക്കെ. ഓക്കെ, അപ്പോൾ കുളം ഇപ്പോൾ ഇന്നലെ ഭയങ്കരമൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇത് കഴിക്കട്ടെ. അപ്പോൾ ഗായ്സ് നമ്മൾ ഈ മുടി എപ്പോഴും ഇങ്ങനെ പൊന്തി വന്ന് നിൽക്കും. ഈ ചെവിയിൽ ഇവിടുത്തെ ഈ മുടിയിൽ എനിക്ക് കുറച്ച് അലക്കാനുണ്ട് കേട്ടോ. കുറച്ച് നേരം ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. ഡേ ഇൻ മൈ ലൈഫായിട്ട് ഞാൻ മറന്നു പോകും. എനിക്ക് പദവി ഭയങ്കര ഒരു ഇഷ്യൂ ആയി മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം എനിക്ക് ഇനി ഇപ്പോഴത്തേക്കൊന്ന് ഒതുക്കണം. അതിന് മുന്നേ ഞാനൊരു കാര്യം കാണിച്ചത്. എൻ്റെ കസിൻ, അതായത് ഏലയുടെ ചേച്ചിയിലെ ഉണ്ണി, അവൾ പറയാൻ നമുക്ക് 2 ഡ്രസ്സ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കാണിച്ചത് എന്ത് ഭംഗിയാണെന്നറിയാതെ കാണാൻ. ഇതാണ് ഉണ്ണി തന്ന ആദ്യത്തെ ഡ്രസ്സ്. ഇത് വന്നിട്ട് ഒരു ബേസ് കളറിൽ ത്രെഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കോളർ നെക്കായിരുന്നു. കൈയൊക്കെ പഫ് കൈയായിരുന്നു. നല്ല ക്യൂട്ട് ഡ്രസ്സാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് റെഡ് ബ്ലാങ്കറ്റിൻ്റെ പുറത്താണ് ഈ സംഭവങ്ങൾ ഇട്ടേക്കുന്നത്. പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത് ഒരു ഹക്കോബ മോഡൽ ടൈപ്പ് ഡ്രസ്സാണ്. അതൊരു ലൈറ്റ് റോസ് കളറാണ്. നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പെൺപിള്ളേർ ഇട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയിൽ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ഡ്രസ്സ് തന്നത് ഞങ്ങളുടെ ഡിഗിലിൻ്റെ കസിൻ ചേട്ടനാണ്. ചേട്ടനും ചേച്ചിയും കൂടി ആണ് തന്നത്. ഇതും എനിക്ക് ഈ ഡ്രസ്സ് കണ്ടപ്പോൾ ഒണ്ണീഷ ടൈപ്പാണ് കണ്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ കല്യാണം ഇങ്ങനെ പാർട്ടി വെയറൊക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയുണ്ട്. പഫ് കൈയും കോളറും പിന്നെ ഒരു ചെറിയൊരു ബെൽറ്റ് പോലെ, ബെൽറ്റല്ല അത് തുണിയുടെ തന്നെയായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതും കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ലാപ്പിൻ്റെ ഡിറ്റർജൻറ്റ് വെച്ചിട്ടാണ് കൊച്ചിൻ്റെ തുണിയൊക്കെ വാഷ് ചെയ്യാറുണ്ട്. ഈ ബക്കറ്റിൽ നനച്ച് വയ്ക്കാൻ വെച്ചു. തുണി ഉണങ്ങോ ഇല്ലേന്ന് ആകെ ലംബായി കിടക്കുവാണേ. അപ്പം നല്ല രീതിയിലൊന്ന് വൃത്തിയാക്കണം. ഞാൻ കൊച്ചിൻ്റെ തുണി കുറച്ച് നേരം നനച്ച് വെച്ചിട്ടാണ് തിരുമാറ്. റൂമൊക്കെ നല്ല അലമ്പായിരുന്നു. ആ സമയത്ത് ഞാൻ പോയി റൂമൊക്കെ ക്ലീൻ ആക്കിയിട്ടാണ് ഈ വേഷം കിട്ടുക, അതായത് തുണി വന്ന് തിരുമുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ മറിയാമ്മനെ കുളിപ്പിച്ച് റെഡിയാക്കി സെറ്റാക്കി. അവൾ വെള്ളം കുടിച്ചല്ലോ, മേത്തൊക്കെ നിറച്ച് വെള്ളം ആക്കിയിട്ടുണ്ടായി. അറിയാമേ ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞേ. ടാറ്റ പോണേണോ? ടാറ്റ ബൈ. അമ്മനെ ഇപ്പോൾ ഒന്ന് വൈകുന്നേരം ആയപ്പോൾ ഒന്ന് മേലല്ല മൊത്തത്തിൽ കുളിപ്പിച്ചായിരുന്നു കേട്ടോ. ഇത് മറിയാമ്മയുടെ 3ാമത്തെ കുളിയാണേ. വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ പഴംപൊരിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ നിഖിൽ KFCയുടെ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. എനിക്ക് KFC വാങ്ങണമെന്ന് പറഞ്ഞ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ റാണിയമ്മയുടെ തലയൊക്കെ മസാജ് ചെയ്ത് തലയൊക്കെ ഒന്ന് നോക്കി ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അതെങ്ങനെ ഞാൻ മറിയാമ്മക്ക് ഫുഡൊക്കെ കൊടുത്തു. അവൾ കുറച്ചാണെങ്കിൽ TV കണ്ടിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം കഴിക്കാൻ നേരത്ത് മാത്രമേ ഇത് വെച്ച് കൊടുക്കാറുള്ളൂ കേട്ടോ. അവളുടെ വേഷം കെട്ടൊക്കെയാണ് ഈ കാണുന്നത്. അവളപ്പം തളത്തിനകത്ത് ഞാനും തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇതവളെ സ്വിച്ച് AC സ്വിച്ച് ഓണാക്കും ഓഫാക്കും, AC സ്വിച്ച് ഓണാക്കും ഓഫാക്കും, ലൈറ്റ് ഇടും ഓഫാക്കും. അതൊക്കെ കഴിഞ്ഞ് നിഖിലും പിന്നെയും ഒരു 4ാമത്തെ കുളി സെക്ഷനായിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.